നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സോഷ്യൽ ആപ്ലിക്കേഷൻസ് ആണ്. നമുക്കറിയാം നമ്മളെല്ലാവരും ഇന്ന് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷൻസ് ഒരുപാട് യൂസ് ചെയ്യുന്നവരാണ്. നമുക്ക് ഈവൻ ഫയൽ സെൻഡ് ചെയ്യാനായാലും ശരി, ഇമേജസ്, വീഡിയോസ്, എനി ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യുന്നു റിസീവ് ചെയ്യുന്നതൊക്കെ ഇന്ന് കൂടുതലും സോഷ്യൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കൊക്കെ പറയുകയാണെങ്കിൽ അതൊരു സോഷ്യൽ ആപ്ലിക്കേഷനാണ്. നമ്മൾ അതിനകത്തൊക്കെ ചെയ്യുന്നത് കൂടുതലും പോസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് ഒരാൾക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നതിന് പകരം നമ്മളുടെ ആ ഒരു മെസ്സേജ് പോസ്റ്റായിട്ട് ചെയ്യും. അപ്പോൾ അത് ലൈക്ക് കഴിയുന്നവർ ലൈക്ക് ചെയ്യും, ചില ആളുകൾ കമൻറ്റ് ചെയ്യും, അവരുടെ ഡിസ്ലൈക്ക് നമ്മൾ അറിയിക്കും. അങ്ങനെ ഏത് രീതിയിലും യൂസേഴ്സിന്, അതായത് ഒരു ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സിന് പരസ്പരം ഇൻ്ററാക്ട് ചെയ്യാൻ ഇത്തരം സോഷ്യൽ ആപ്ലിക്കേഷൻസ് ത്രൂ കഴിയും. ഈ സോഷ്യൽ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സർവീസസ്, അവരുടെ സ്റ്റോറേജ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം സോഷ്യൽ ആപ്ലിക്കേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബിസിനസ് ആപ്ലിക്കേഷൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർട്ട് ആപ്ലിക്കേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡാറ്റ സ്റ്റോറേജ് ആപ്ലിക്കേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബാക്കപ്പ് ആപ്ലിക്കേഷൻ, പിന്നെ വന്നിട്ട് എൻ്റർടൈൻമെൻറ്റ് ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ, മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് ടൈപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോ വീഡിയോസായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സോഷ്യൽ ആപ്ലിക്കേഷൻസും കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം. ഇന്ന് ഏറ്റവും വൈഡായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ് ഈ സോഷ്യൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂസ് എത്രത്തോളമാണ്, അതിൻ്റെ ഒരു ബെനിഫിറ്റ്, അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെയും ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് എന്താണെന്നാണ് പലർക്കും അറിയാത്തത്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത്രയും ഇൻവോൾവ്ഡ് ആണ് അല്ലെങ്കിൽ അത്രയും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. Social cloud applications allow a large number of users to connect with each other using social networking applications. നമുക്കറിയാം ഈ സോഷ്യൽ ക്ലൗഡ് ആപ്ലിക്കേഷൻസിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത്രയും ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സിന് വിത്ത് ഈച്ച് അതർ കണക്ട് ചെയ്യാൻ കഴിയും. നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് കണ്ടാൽ എത്ര പെട്ടെന്നാണ് അത് എല്ലാവരിലേക്കും ന്യൂസ് സ്പ്രെഡ് ആവുന്നത്. പകരം വേറൊരു കാര്യം നമുക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ കഴിയില്ല. വേറൊരു മീഡിയ വഴി നമുക്ക് അത്ര പോസിബിൾ അല്ല. അത്രയും ആളുകൾ അഡിക്റ്റഡ് ടു സോഷ്യൽ ആപ്ലിക്കേഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ അത്രയും ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ ആപ്ലിക്കേഷൻസിന് ഇന്ന് നമ്മളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലോ ഒക്കെ ഉണ്ട് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിന്, നമ്മൾ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം, എനി ടൈപ്പ് ഓഫ് സോഷ്യൽ ആപ്ലിക്കേഷൻസും ഏത് ടൈപ്പ് ആയാലും ശരി അതിനകത്തൊക്കെ ഈ ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അതൊക്കെ അത്രയും വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ലോക്കലി നമ്മളങ്ങനെ യൂസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അത്തരം കേസുകൾ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സോഷ്യൽ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഫേസ്ബുക്ക് തന്നെയാണ്. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ വൈഡ് റേഞ്ചായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ ആപ്ലിക്കേഷനാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് കൂടുതലും നമുക്ക് ഒരുപാട് ആക്റ്റീവായിട്ടുള്ള യൂസേഴ്സാണ് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അത്തരം സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റിനകത്തൊക്കെ ഉണ്ടായിരിക്കുക. അവർക്ക് ഫയൽസ് ഷെയർ ചെയ്യാം, ഫോട്ടോസ്, വീഡിയോസ്, സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ശരി, റിലേറ്റീവ്സിൻ്റെ ഇടയിലായാലും ശരി, ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലായാലും ഒക്കെ ശരി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഷെയർ ചെയ്യാൻ കഴിയും. ബിഹൈൻഡ് ദാറ്റ് ഒരു ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ സെൻഡ് ചെയ്യുന്നത്, നമ്മൾ മെസ്സേജ് ചെയ്യുന്നത്, നമ്മൾ എന്ത് ഷെയർ ചെയ്യുന്നോ അതൊക്കെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ, കീപ്പ് ചെയ്യാനൊരു ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, മാത്രമല്ല ഒരുപാട് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സർവീസസും യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പെർഫോം ചെയ്യുന്നത്. ഓൺ ഫേസ്ബുക്ക് we will always get notification when our friends like and comment on the post. നമുക്കറിയാം ഫേസ്ബുക്കിൽ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യുക, കൂടുതലും ആളുകൾ ഇമോഷൻസോ അല്ലെങ്കിൽ അവർക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു പോസ്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആളുകളൊന്ന് ലൈക്ക് അടിക്കും, ചില ആളുകൾ കമൻറ്റ് അടിക്കും. കമൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പോസിറ്റീവ്, നെഗറ്റീവ്, അതായത് നമുക്കറിയാം ഒരാളുടെ ഫെയിം പോലും മാറ്റുന്ന രീതിയിലേക്ക് പലപ്പോഴും ഈ കമൻസുകളൊക്കെ പോകാറുണ്ട്. ചിലപ്പോൾ അട്ടർ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ മിക്സ്ഡ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലും ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും അവർക്ക് എക്സ്പ്രസ് ചെയ്യാനും ഉള്ളൊരു വേദിയായിട്ടാണ് ഇന്നത്തെ സോഷ്യൽ ആപ്ലിക്കേഷൻസ് മാറുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കാൻ കഴിയും.
പിന്നെ വരുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ് ട്വിറ്റർ. ഇതൊരു മൈക്രോ ബ്ലോഗിങ് സിസ്റ്റമാണ്. അത് നമ്മൾ ട്വീറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ. അത് കൂടുതലായിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കുറച്ച് വേർഡ്സ് ആയിട്ട് ഒരു ഷോർട്ട് പോസ്റ്റൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ട്വീറ്റ് ചെയ്ത് കൊടുക്കുക. അത് കൂടുതലും നമ്മൾ ഈ ഹൈ പ്രൊഫൈലുള്ള സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്യാൻ പലരും ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ ട്വീറ്റുകൾ അതൊക്കെ ആ ഒരു ഐഡിയ കിട്ടാൻ എന്താണ് അവർ ഷെയർ ചെയ്യുന്നതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ അവരുടെ ഡീറ്റെയിൽസ് ന്യൂസ് കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാനും ട്വിറ്റർ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തും ഈ ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റവും അതിൻ്റെ സർവീസസുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് സെൻഡ് ആൻഡ് റിസീവ് ഷോർട്ട് പോസ്റ്റ് കോൾ ട്വീറ്റ്സ്. ഇതിനകത്ത് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ഷോർട്ട് പോസ്റ്റിന് പറയുന്ന പേരാണ് ട്വീറ്റ് എന്നാണ് നമ്മൾ പറയുക. ഇത് എത്രയോ കാലങ്ങൾക്കായി ഒരുപക്ഷെ ഫേസ്ബുക്കിൻ്റെയും മുന്നേ തുടങ്ങിയ ഒരു സോഷ്യൽ ആപ്ലിക്കേഷനാണ്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും പോപ്പുലറായിട്ട് മാറുന്നത്. ബിക്കോസ് നമുക്കറിയാം ഇൻ്റർനെറ്റിൻ്റെ ഒരു അവൈലബിലിറ്റി പണ്ടൊരു 10 കൊല്ലം മുന്നേ എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതിനനുസരിച്ചാണ് അതിൻ്റെ പോപ്പുലാരിറ്റി കൂടുന്നതും ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് എല്ലാത്തിലും വരുന്നതും അത് നമുക്ക് യൂസ്ഫുൾ ആവുന്നതും. പിന്നെ വരുന്ന ഒരു ടൈപ്പ് സോഷ്യൽ ആപ്ലിക്കേഷനാണ് യാമർ. യാമർ ഇസ് ദ ബെസ്റ്റ് ടീം കൊളാബറേഷൻ ടൂൾ. യാമർ എന്ന് പറയുന്നത് ഒരു കൊളാബറേഷൻ ടൂളാണ്. നമുക്ക് ടീം എംപ്ലോയീസിൻ്റെ ഇടയിൽ ഡാറ്റ ചാറ്റ് ചെയ്യാനും മെസ്സേജ് ചാറ്റ് ചെയ്യാനും ഇമേജസ് ഷെയർ ചെയ്യാനും ഡോക്യുമെൻറ്റ്സിന് വേണ്ടിയിട്ടും വീഡിയോസ് ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, യാമർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഫൈനലി പിന്നെ വരുന്ന ഒന്നാണ് ലിങ്ക്ഡിനും ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ്. നമുക്ക് പലരും യൂസ് ചെയ്യുന്നൊരു ഐറ്റം ആയിരിക്കും അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ലിങ്ക്ഡിൻ. അത് പ്രത്യേകിച്ച് ജോബിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അത് സ്റ്റുഡൻസിന്, ഫ്രഷേഴ്സിന്, പ്രൊഫഷണൽസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ലിങ്ക്ഡിനും. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ പറയുന്നത് ഇതൊക്കെ ഈ ഒരു ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റത്തിനെയും അതുപോലെ അതിൻ്റെ സർവീസസിനെയും ഒക്കെ ഫോളോ ചെയ്തിട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ അത് വെച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന കാര്യം. ഇനിയും നമുക്ക് ഒരുപാട് സോഷ്യൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സോഷ്യൽ ആപ്ലിക്കേഷൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. നമുക്കറിയാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷൻസിനകത്ത് അവരുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാനും അത് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഇന്ന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്തിട്ടാണ് പോസിബിൾ ആവുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇത്തരം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസും അതിൻ്റെ സ്ട്രാറ്റജീസുമാണ്. പിന്നെ വരുന്നത് നമ്മൾ എന്താണ് ഇതിനകത്ത് നടക്കുന്നത്, ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യാം, അവർക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഡാറ്റ, ഫയൽസ്, വീഡിയോസ്, ഓഡിയോസ്, ഇമേജസ് ഒക്കെ ഷെയർ ചെയ്യുക. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ എക്സെട്ര. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഫേസ്ബുക്ക് പറഞ്ഞു, ഫേസ്ബുക്കിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ വന്നിട്ട് ട്വിറ്ററാണ്, പിന്നെ നമ്മൾ പറഞ്ഞത് യാമറാണ്, പിന്നെ ലിങ്ക്ഡിനാണ്. അപ്പോൾ ഓരോന്നും പർപ്പസ് എന്താണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.